ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? റോസ് ലവേഴ്സ് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളോട് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കുകയാണ്. റോസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് ഏറ്റവും ഇഷ്ടം? ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എനിക്കിഷ്ടമുള്ള രണ്ട് പ്ലാന്റ്സ് ഉണ്ട്. അത് റോസും അഡീനിയവുമാണ്. പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഒന്നോ രണ്ടോ ഒക്കെ പ്ലാന്റ്സ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി ഏതാണ്? ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമുണ്ട്. അത് വിൻഗാ റോസാണ്. റോസ് വടീനിയവും എൻ്റെ കയ്യിൽ ധാരാളമായി ഉള്ളതുകൊണ്ട് എനിക്കതിൽ നിന്ന് യഥേഷ്ടം തിരഞ്ഞെടുക്കാമെന്നുള്ളത് കൊണ്ടും ഞാനിപ്പോൾ പോകുന്നിടത്തും വരുന്നിടത്തുമെല്ലാം വിൻഗാ റോസാണ് നോക്കുന്നത്. ഈ അടുത്ത സമയത്തായി വാങ്ങി വെച്ചിട്ടുള്ള വിൻഗാ റോസുകളാണിത്. അത്യാവശ്യം വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പുതിയ പുതിയ കളേഴ്സ് എല്ലാം ഇങ്ങനെ ഇറങ്ങുമ്പോൾ അങ്ങനെ കാണുമ്പോൾ അതെല്ലാം വാങ്ങിക്കാൻ തോന്നും. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് അങ്ങനെ അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് വെറൈറ്റീസ് എല്ലാം ഇപ്പോൾ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇടക്കാലത്ത് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ടാറ്റു വിൻഗ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വെറൈറ്റീസൊക്കെ ഞാൻ ചെറുതായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കെയറിങ് വളരെ എളുപ്പമാണ്. പക്ഷേ മഴക്കാലമാകുമ്പോൾ കുറച്ചെല്ലാം നശിച്ചു പോകും എന്നുള്ള ഒരു ഡിഫക്റ്റ് ഈ ഒരു വിൻഗാ റോസിനുണ്ട്. വിൻഗാ റോസ് പൂവിടാൻ സമ്മതിക്കാതെ മൊട്ടുകളായി വരുന്നിടത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബ്രാഞ്ചസ് വരും. വീണ്ടും ആ ബ്രാഞ്ചസ് സ്റ്റെം ഗ്രോത്തായി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മെച്ചറാവുമ്പോഴത്തേക്കും അവിടെ നിന്ന് കട്ട് ചെയ്താൽ വീണ്ടും അവിടെ നിന്ന് സ്പ്രൗട്ട് വരും. അങ്ങനെയാണ് വിൻഗാ റോസിനെ ബുഷാക്കി എടുക്കേണ്ടത്. നാടൻ ചെടികളെക്കാളും എനിക്കിഷ്ടം ഈ ഹൈബ്രിഡ് വെറൈറ്റീസാണ്. അവരിങ്ങനെ കുട പോലെ പൂ പിടിച്ച് നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. ഏകദേശം എല്ലാ പേർക്കും അതാണ് ഇഷ്ടമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ ഔട്ട് ഹൗസിൻ്റെ വരാന്തയിലിരുന്ന ചെടികളെല്ലാം ഞാൻ സാധാരണയായിട്ട് വിൻഗ വെക്കുന്നിടത്തേക്ക് വലിയ പോട്ടിലേക്ക് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം കുറച്ചധികം വളർന്നിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്യാതെ നിർത്തിയിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനകത്തെല്ലാം സീഡ് ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മെച്ചറായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ചൊക്കെ ഞാൻ കളക്ട് ചെയ്തു. അപ്പോൾ നല്ല വെയിലത്ത് ഇതിങ്ങനെ വാടിയിട്ടാകും ഉണ്ടാകുക. കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആകും. നല്ല വെയിൽ അതിനങ്ങനെ താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ടാറ്റു വിൻഗ എന്ന് പറയുന്നത് പൂവിൻ്റെ നടുവിൽ ഇങ്ങനെ പൊട്ടുകളോട് കൂടിയിട്ടുള്ള വിൻഗ റോസിനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ സംഭവം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ റോസ് എടുത്തിരുന്ന ഒരു നഴ്സറി എനിക്ക് വിൻഗ റോസ് എല്ലാം കൊണ്ട് തരാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അവിടുന്ന് റോസ് എടുക്കാത്തത് കൊണ്ട് ഈ വിൻഗ റോസ് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. എന്തായാലും എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ളവർ അതല്ലെങ്കിൽ എന്നോട് പേഴ്സണലി സംസാരിക്കുന്നവർ ചോദിക്കുന്നുണ്ട് വിൻഗ റോസ് സെയിലിന് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഇനി വിൻഗ റോസ് എടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ഇടൂ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിൻഗ റോസിൽ ഇഷ്ടമുള്ളത് ഹാങ്ങിങ് വിൻഗാസാണ്. ഹാങ്ങിങ്ങിൻ്റെ കുറച്ച് വെറൈറ്റീസ് എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞ കാലം തെറ്റിയുള്ള മഴയത്തെല്ലാം കുറച്ചധികം പ്ലാന്റ്സ് പോയതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയത് എനിക്ക് വിൻഗ ഹാങ്ങിങ്ങും അതുപോലെ സ്റ്റെം വിൻഗയും ഒക്കെയാണ്. സ്റ്റെം വിൻഗ പിന്നെ ഞാൻ കെയർ ചെയ്യാതെ കാട് പോലെ വളർന്നിട്ട് നിറയെ മീലിബഗെല്ലാം പിടിച്ചിട്ടാണ് നശിച്ചത്. എല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഇത്തവണ കുറച്ച് ഹാങ്ങിങ് കൂടി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കാണാനും വീഡിയോസ് എടുക്കാനും നല്ല ഭംഗിയാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം വിൻഗ നമ്മൾ പറയുന്നതിനനുസരിച്ച് വളരുന്ന വളരെ വേഗം വളരുന്ന ഒരുപാട് റിസൾട്ട് വേഗം കിട്ടുന്ന ഒരു പ്ലാന്റാണ്. എനിക്കിങ്ങനെ പൂക്കൂട പോലെ പൂ പിടിച്ച് നിൽക്കുന്ന ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനിങ്ങനെ ഈ വിൻഗ വാങ്ങി വെക്കുന്നത്. ഇനി നമുക്ക് ഹാങ്ങിങ് വിൻഗയുടെയും സ്റ്റെം വിൻഗയുടെയും പോട്ടി മിക്സിനെ കുറിച്ച് പറയാം. നമ്മുടെ റോസ് കെയർ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് റോസിൻ്റെ പോട്ടി മിക്സ് ഞാൻ പറഞ്ഞ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. സെയിം അതേ പോട്ടി മിക്സ് തന്നെയാണ്. അതായത് മണൽ ഈക്വൽ മിക്സിലെടുക്കുക. അതുപോലെ തന്നെ മണ്ണിൻ്റെ അളവ് ചാണകപ്പൊടിയുടെ പകുതി എല്ലുപൊടി, അതിൻ്റെ പകുതി വേപ്പിൻ പിണ്ണാക്ക്. ഇങ്ങനെയാണ് എൻ്റെ പോട്ടി മിക്സ്. നമ്മുടെ റോസ് കെയർ വീഡിയോസിലെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ടും ഞാൻ പറഞ്ഞിട്ടുള്ള പോട്ടി മിക്സാണത്. പിന്നെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് ഈ ഒരു വിൻഗ വേര് പിടിപ്പിക്കുക എന്നുള്ളത്. ഒരു 10 വെച്ചാൽ 2 ഒക്കെയാണ് എനിക്ക് പിടിച്ച് കിട്ടാറുള്ളത്. അതിനെന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു തരാനുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ഇടും. ഏതായാലും പുതിയ കുറച്ച് ജിഫി എടുത്തിട്ട് ഞാൻ അലോവേര ജെല്ലിൽ മുക്കിയിട്ട് കുറച്ച് വലിയ പോട്ടിൽ നിന്നിരുന്ന വിൻഗ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് എനിക്ക് പിടിച്ച് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിൻഗ എല്ലാം കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷമാണോ? അതോ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഉണ്ടോ എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഒരുപാട് ഗാർഡൻ റിലേറ്റഡ് വീഡിയോസും കെയറിങ് വീഡിയോസും ഒക്കെ ആയിട്ട് വരണമെന്ന് ഞാൻ ഇനിയും വിചാരിക്കുന്നു. സ്നേഹപൂർവ്വം ഹാദിയ.